SRS Metal Industries, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. ഫോൺ 9847783798 9645 988 2024 ജനുവരി മാസത്തിലെ താലൂക്ക് വികസന സമിതി യോഗം ശനിയാഴ്ച തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. തഹസിൽദാർ അനുപമൻ MC സന്നിഹിതനായിരുന്നു. യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ മാസത്തിലെ താലൂക്ക് വികസന സമിതി യോഗ തീരുമാനങ്ങൾ യോഗം അവലോകനം ചെയ്തു. വടക്കാഞ്ചേരി നഗരത്തിൽ ബസ് സ്റ്റോപ്പുകളിൽ ബസ് വേ സൗകര്യമില്ലാത്തതിനാൽ ബസ്സുകൾ റോഡിന്റെ വശങ്ങളിൽ നിർത്തി ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നതായി യോഗം വിലയിരുത്തി. ഇത് പരിഹരിക്കുന്നതിനായി ആവശ്യാനുസരണം ബസ് വേ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതിന് പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗത്തിന് യോഗം നിർദ്ദേശം നൽകി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റോഡിന്റെ വശങ്ങളിൽ വാഹനങ്ങളിൽ കച്ചവടം നടത്തുന്നതായും തിരക്കുള്ള സമയങ്ങളിൽ ഇത് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നതായും ഇത്തരത്തിൽ കച്ചവടങ്ങൾക്കുപയോഗിക്കുന്ന ത്രാസുകൾ അളവുതൂക്ക വിഭാഗം കൃത്യമായും പരിശോധിക്കേണ്ടതുള്ളതായും യോഗം വിലയിരുത്തി. മോട്ടോർ വാഹന വകുപ്പിന്റെ വിവിധതരം ടെസ്റ്റുകൾക്ക് നിലവിൽ ഉപയോഗിക്കുന്ന ആര്യമ്പാടത്തെ ഗ്രൗണ്ടിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉള്ളതായി ജോയിന്റ് RTO യോഗത്തെ അറിയിച്ചു. ടെസ്റ്റ് നടക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഒരു ഡംപിങ് യാർഡിനോട് ചേർന്ന് അവിടെ വേസ്റ്റ് സോർട്ട് ചെയ്യുന്ന സ്ഥലത്തിന് ചേർന്നിട്ടാണ്. അവിടെ രാവിലെ 6 മുതലാണ് ആൾക്കാരൊക്കെ വരുന്നത്. ചിലപ്പോൾ ടെസ്റ്റിന് മുമ്പുള്ള ഒരു ഫ്രീ ആയിട്ട് കിട്ടാവുന്ന ഫൈനൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. അവർ പോകുമ്പോൾ ഏകദേശം 2 മണിയോളാവും. ഈ രാവിലെ 6 മണിക്ക് വരുന്നവർക്ക് 2 മണിക്ക് ഇടയിൽ അവർക്ക് യൂറിൻ പാസ് ചെയ്യാനോ ഇരിക്കാനോ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യപ്പെടണമെങ്കിൽ ഒന്നുകിൽ അത് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥലമായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തന്നിട്ടുള്ള സ്ഥലമാണ്. ഇത് രണ്ടുമല്ല, ഇത് മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗികത്തിലുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ടെസ്റ്റ് നടത്തുന്നതാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു നടപടി നമുക്ക് ഒന്നുകിൽ ലാൻഡ് അനുവദിക്കുകയോ ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ് ഒഴിവായി കിടക്കുന്ന വല്ല ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ 50 സെൻറ്റ് സ്ഥലം ഉണ്ടായാൽ മതി. ആ കാര്യങ്ങളൊക്കെ നടന്നിട്ട് മിനിമം ഒരു മൂത്രപ്പുരയെങ്കിലും ഇവിടെ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ സ്ത്രീകളും കുട്ടികളും വയ്യാത്തവരൊക്കെ വരുന്ന ഏരിയയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വണ്ടികളൊക്കെ കൊടുക്കുന്നൊരു സീസണാണ്. ഈ ഡിഫറൻ്റ് ആയിട്ടുള്ളവർക്ക് വണ്ടി കൊടുക്കുന്നൊരു സീസണാണ്. അവരായാലും ഈ ടെസ്റ്റിൻ്റെ ഉഴവെത്തുന്നവർ അവർ കാത്തേക്കേണ്ടി വരും. നമുക്കത് വേഗത്തിൽ നടത്താൻ കഴിയില്ല. ചില ടെസ്റ്റുകൾ ഒരു ടെസ്റ്റ് നടത്തിക്കൊണ്ട് അതിൻ്റെ രണ്ടാമത്തെ ടെസ്റ്റിലേക്ക് പോകും. സൗകര്യപ്രദമായ മറ്റൊരു ഗ്രൗണ്ട് അനുവദിക്കുന്നത് സംബന്ധിച്ച നടപടികൾക്കായി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ ജോയിന്റ് RTO വടക്കാഞ്ചേരിക്ക് യോഗം നിർദ്ദേശം നൽകി. ചെറുതുരുത്തി ഭാഗത്തുള്ള വിവിധ ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണ മാലിന്യങ്ങൾ ഭാരതപ്പുഴയിൽ തള്ളുന്നതായി പരാതിയുള്ളതായി പ്രതിനിധി യോഗത്തെ അറിയിച്ചു. ഇത് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് സെക്രട്ടറി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന് യോഗം നിർദ്ദേശം നൽകി. താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിവിധ ഓഫീസ് മേധാവികൾ പങ്കെടുക്കാത്തതുമൂലം യോഗത്തിൽ ഉന്നയിക്കുന്ന പല വിഷയങ്ങളിലും മറുപടി പറയുന്നതിനോ പരിഹാരം നിർദ്ദേശിക്കുന്നതിനോ സാധിക്കാതെ വരുന്നതായും യോഗം വിലയിരുത്തി. ആയതിനാൽ താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ ഓഫീസ് മേധാവികൾ കൃത്യമായും പങ്കെടുക്കേണ്ടതായി യോഗം നിർദ്ദേശം നൽകി. യോഗത്തിന് ഡെപ്യൂട്ടി തഹസിൽദാർ A. അജിത് പങ്കെടുത്ത് സംസാരിച്ചു. നമ്മുടെ ഈ തീരുമാനങ്ങൾ എടുത്തതിന്റെ ഭാഗമായിട്ട് എന്തായി എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും കൂടെ വരാതിരിക്കുന്ന അല്ലെങ്കിൽ കാണാതിരിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും താലൂക്ക് വികസന സമിതി എന്ന് പറയുന്ന സംവിധാനം വൃഥാപരാകുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പം അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പരാതിക്കാർക്ക് പരിഹാരം കാണാൻ കഴിയാവുന്ന രീതിയിൽ ഒരു രീതിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിയണം. അപ്പം അത് വേറെ മറ്റ് നടപടികളിലേക്ക് പോകാനല്ല ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഇവിടെ വരുന്ന അപേക്ഷകളിൽ അല്ലെങ്കിൽ പരാതികളിൽ അനുകൂലമായിട്ടുള്ള പരിഹാരം ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആളുകൾ വരുന്നതും പരാതി തരുന്നതും നമ്മൾ ചർച്ച ചെയ്യുന്നതും. അപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ വിവിധ കാരണങ്ങളാൽ വരാൻ കഴിയില്ല എന്ന രീതിയിൽ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. PCB ന്യൂസ് വടക്കാഞ്ചേരി.